ഹാരിസ് ചിറയ്ക്കൽ എന്ന ഡോക്ടറുടെ ഒരു കുറിപ്പ് വൈറലാവുകയാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ ഡോക്ടറായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലക്ഷങ്ങൾ സ്വകാര്യ ആശുപത്രികൾ നൽകിയിട്ടും അതിലൊന്നും പോകാതെ ഗവൺമെൻറ് സർവീസിൽ പോവുകയും ആരിൽ നിന്നും കൈക്കൂലി വാങ്ങാതെ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യമേകുന്നൊരു ഡോക്ടറാണ്. അദ്ദേഹം CPM അനുഭാവി കൂടിയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വരാജ് നേടിയ വോട്ടുകളെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കടം ഇതാണ്: മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, വേണ്ടത്ര സംവിധാനങ്ങളില്ല, ഉപകരണങ്ങളില്ല. അദ്ദേഹം പലതവണ അത് പറയാതൊക്കെ ഇരുന്നു. എങ്കിലും അദ്ദേഹം ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അദ്ദേഹം അത് പുറത്ത് പറയുകയാണ്, അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ നടത്താൻ പറ്റിയില്ല. അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അവരോട് എങ്ങനെ ഞാൻ പറയും ഇന്ന് ഓപ്പറേഷൻ ഇല്ല എന്നുള്ളത്. അത്രയധികം വിഷമമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം പുറത്ത് പറയുകയാണ്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളിലും പ്രിക്കോഷൻസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പകർച്ചവ്യാധികൾ വരുന്നു, മഴ കനക്കുന്നു, കോവിഡ് വരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് കേപ്പബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശൈലജ ടീച്ചറൊക്കെ വളരെ കൃത്യമായി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ്. എങ്ങനെ കാണാം ഇതിനെ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലും CPMനെ, പിണറായി വിജയനെയൊക്കെ ശക്തമായിട്ട് വിമർശിക്കും. എന്നുവെച്ചാൽ അത് ഈ ഭരണകൂടവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ വിമർശിക്കുന്നത്. CPM വിമർശനത്തിന് വിധേയമാക്കപ്പെടുമ്പോഴും CPMൽ എത്രയോ നല്ല മനുഷ്യരുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു ഡോക്ടറുടെ വിലാപമാണ് ആ കുറിപ്പുകളിൽ നമ്മൾ കണ്ടത്. കാരണം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഭരണകൂടങ്ങൾ ബ്യൂറോക്രാറ്റിക്കായി മാറുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ബ്യൂറോക്രാറ്റിക്കായി മാറിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബ്യൂറോക്രസി മനുഷ്യനെ ഞെരിച്ച് ചോര കുടിക്കുന്ന രീതിയിലേക്ക് വളരും. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നൊക്കെ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്ന ആ പ്രതിഭാസമാണ് ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ശരിക്കും അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ ജോർജ് നല്ല ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. പക്ഷേ വീണ ജോർജ് ഒരു നല്ല ആരോഗ്യമന്ത്രിയാണ് എന്ന് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. വീണ ജോർജ് ഇപ്പോഴും പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന പ്രസംഗങ്ങളുടെ പേരിലാണ് വീണ ജോർജ് പാർട്ടിക്കാർ ആഘോഷപൂർവ്വം കൊണ്ടുനടക്കും. പക്ഷേ അവർക്ക് മുന്നേ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറിൻ്റെ പ്രത്യേകത ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിലെ എല്ലാ ഡോക്ടർമാർക്കൊപ്പവും അതേപോലെ തന്നെ നഴ്സുമാർക്കൊപ്പവും മറ്റ് വ്യത്യസ്തരായിട്ടുള്ള ജീവനക്കാർക്കൊപ്പവും ടീച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടീച്ചറിൻ്റെ ഏറ്റവും മികച്ച ഗുണവും അതാണ്. മറ്റ് പല മേഖലകളിലൊക്കെ ദൗർബല്യങ്ങളുണ്ട് എങ്കിൽ പോലും ടീച്ചർ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മാനവികമായി ഇവരോട് പെരുമാറുകയും അവർക്കൊപ്പം നിൽക്കുകയും, നിപ്പൊക്കെ വന്ന സമയത്ത് ആ ഡോക്ടർമാർക്കൊപ്പം പോയി ടീച്ചർ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡോക്ടർമാർക്ക് തങ്ങളുടെ നേതാവിനോട് എന്നുവെച്ചാൽ തങ്ങളുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് വളരെ വലിയ മാനസിക അടുപ്പമുണ്ടാകും. ആ മാനസിക അടുപ്പമാണ് ഇവിടെ വീണ ജോർജ് മുറിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹാരിസ് എന്ന് പറഞ്ഞത് പഴയ കാല ഒരു SFI വിദ്യാർത്ഥിയും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഫീസിൽ പഠിച്ച് സർക്കാർ മെറിറ്റിൽ പഠിച്ച് ഡോക്ടറായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് ആരോഗ്യമേഖലയെക്കുറിച്ച്. എങ്ങനെയാണ് സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ ഒരു ഡോക്ടർ എന്ന നിലക്ക് തനിക്ക് സഹായിക്കാനായിട്ട് കഴിയുക, അതിനെക്കുറിച്ച് മാത്രം നിരന്തരമായി ചിന്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ്. അത് വെച്ച് അയാൾ നോക്കുന്ന സമയത്ത് തൻ്റെ സർക്കാർ, തൻ്റെ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ താൻ പ്രിയപ്പെട്ടതെന്ന് കരുതാനായിട്ടുള്ള പാർട്ടിയുടെ വകുപ്പ് ഭരിക്കുന്ന ഈ വകുപ്പിൽ ബ്യൂറോക്രാറ്റുകൾ അതിശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയും അവരുടെ കീഴിൽ ഇത് അമർന്നു പോവുകയും ചെയ്യാം. ഇപ്പോൾ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തന്നെയാണ്. അവൻ്റെ തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും നടക്കുന്ന ഒരു മേഖലയത് മാറിക്കഴിയുമ്പോൾ ഒരു കാരണവശാലും അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അതിൻ്റെ ജൈവ സ്വഭാവം, അതിൻ്റെ ഒരു ലൈവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ജൈവ സ്വഭാവം നഷ്ടപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലാത്ത സ്ഥലമായിട്ട് മാറും. ഇപ്പോൾ ഡോക്ടർ കരഞ്ഞ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ടായിരുന്നു.
ആ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റുന്നില്ല, അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല. അത് വേണം എന്ന് അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോൾ അത് ലഭിക്കുന്നില്ല. നമുക്കിപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രൊഫഷൻ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് ആ ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളില്ലെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയമല്ല നോക്കുന്നത്. നമ്മളെന്താണോ അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ സമൂഹത്തിന് നൽകുന്ന സേവനം ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നു, വേദനയിൽ നിന്നും ഇല്ലാതാക്കുന്നു. അപ്പോൾ അദ്ദേഹം അതാണ് ചിന്തിക്കുന്നത്. പ്രൊഫഷനായിരിക്കുമല്ലോ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനം. അല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടും കൂടി കൂട്ടി ഇണക്കുന്നുണ്ട്. അതെ. കാരണം ഈ രാഷ്ട്രീയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പാവപ്പെട്ടവനെയും ദരിദ്രനെയും സഹായിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചാണ് അയാൾ ഈ രാഷ്ട്രീയത്തിൽ വന്നത്. ആ രാഷ്ട്രീയത്തിന്റെ നേതൃത്വം പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണ്. അങ്ങനെ കേരളം നമ്പർ 1 ആണെങ്കിൽ ഇവിടുത്തെ ആശുപത്രി പോയാൽ പോരെ? അല്ല, കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 തന്നെയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സ്ഥിതിയുമായി താരതമ്യം ചെയ്തിട്ടാണ്. അതിന്റെ ലോകത്ത് ഉള്ള ഒരു ആരോഗ്യസ്ഥിതിയുമായി താരതമ്യം ചെയ്തിട്ടല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് നമ്പർ 1 തന്നെയായിട്ട് നമുക്കിപ്പോൾ നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അല്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞത് ഇപ്പം അമേരിക്കയിൽ പോയി ചികിത്സിക്കേണ്ട രോഗമാണെങ്കിൽ ഓക്കെ, അമേരിക്കയിൽ പോയി തന്നെ ചികിത്സിക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെറിയൊരു അസുഖം വന്നാലും ഇവിടുത്തെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും ഇവിടുത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാറണമെങ്കിൽ അമേരിക്കയിലേക്ക് പോയി ചികിത്സിക്കാനുള്ള ചെലവെന്ന് പറയുന്നത് അവൻ്റെ തറവാട്ട് സ്വത്തെടുത്ത് ചെയ്യണം എന്ന് ഈ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയാൻ പറ്റുന്നൊരു സംവിധാനം കേരളത്തിനകത്ത് ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പോകില്ല. എല്ലാവരും അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യാൻ നടക്കല്ലേ. അച്യുതാനന്ദനെ പോലും അങ്ങനത്തെ ഒരു സ്ഥിതി. അതായത് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, നമ്മളുടെ മെഡിക്കൽ കോളേജൊന്നും അങ്ങനെ മോശമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളില്ല. ഞാൻ മിക്കവാറും മകളുടെ വിദ്യാഭ്യാസമായിട്ട് ഒട്ടുക്ക മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലും പുറത്തും ഒക്കെ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകം ക്ലിനിക്കൽ മെത്തഡോളജിയിൽ അത് വളരെ വളരെ മുന്നിലാണ്. അവിടെ MBBS പഠിക്കുന്ന കേരളത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും പുറത്ത് സംസ്ഥാനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയും വലിയ വ്യത്യാസമാണ്. കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വലിയ അംഗീകാരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ക്ലിനിക്കൽ സൈഡിൽ വളരെ കൂടുതൽ എക്സ്പീരിയൻസ് നേടിയിട്ടാണ് അവർ പുറത്തു വരുന്നത്. ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വളരെ കൂടുതൽ കൊടുക്കാൻ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് കഴിയും. അത് മാത്രമല്ല വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ നടത്താനുമായിട്ടുള്ള ശേഷി ഈ മെഡിക്കൽ കോളേജുകൾക്കുണ്ട്. അപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം, രാഷ്ട്രീയ നേതാക്കളുടെ. ഈ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും അവർക്ക് അമേരിക്കയിൽ പോയിട്ട് കിട്ടാനില്ല ശരിക്കും പറഞ്ഞില്ല. പക്ഷേ ക്യാൻസർ പോലെയുള്ള ചില പ്രത്യേക രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിപ്പോഴും ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിന് അമേരിക്കയിൽ പോകേണ്ടതിന് പോകാം. പക്ഷേ ഇവർക്ക് ചെറിയ ഒരു രോഗം വന്നാൽ പോലും ഇവർ നേരെ അമേരിക്കയിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ പണമെടുത്തുകൊണ്ട് ഈ ചികിത്സ നടത്താനുള്ള സൗകര്യമുള്ളതിൻ്റെ പേരിലാണ്. അത് മാറേണ്ടത് ആവശ്യമാണ്. നമുക്ക് തിരിച്ച് നമ്മളുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടി വരാം. അതായത് ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് പടർന്നു കയറി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിനെ നശിപ്പിച്ചതിൽ ബ്യൂറോക്രസിക്കുള്ള പങ്ക് വളരെ വലുതാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള നിരവധി ചിന്തകർ ഈ ഇടതുപക്ഷത്തിന് പറ്റുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇടതുപക്ഷം ബ്യൂറോക്രാറ്റിക് ആവുമ്പോൾ അത് സ്വേച്ഛാധിപത്യ ഭരണത്തിനേക്കാൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. അതിനേക്കാൾ മോശമാവണേ ഇത്. നമ്മൾ സ്വേച്ഛാധിപത്യത്തിൻ്റെയും അതേപോലെ തന്നെ ഏകാധിപത്യത്തിൻ്റെയും ഭരണത്തിൻ്റെ ഭീകരതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ ഭീകരമായി ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അതേപോലെ ആശുപത്രികളിലൊക്കെ പലരും പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ ഇടയ്ക്ക് നിന്ന് പണം വാങ്ങുന്ന ഒരു സ്ഥിതി പോലുമുണ്ട്. രോഗിയെ അല്ല അവർ കാണുന്നത്. ഇതുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നതായിട്ടുള്ള അന്വേഷണമാണ്. നമ്മളുടെ സ്വകാര്യ മേഖല തന്നെ വലിയ കൊള്ളയാണ് ഇതിൻ്റെ പേരിൽ നടത്തുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി നമ്മളൊരു കോളേജിൽ ഒരു മെഡിക്കൽ കോളേജിൽ കയറിയാൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് വലിയ പാപ്പരായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്താണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംവിധാനം അവർക്ക് വലിയൊരു മൃതസഞ്ജീവിനി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്താണ് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തി ലഭിച്ചിരുന്നത്.
പക്ഷേ ഇവിടെ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ അനുവദിക്കില്ല. രോഗികളിൽ നിന്ന് പലപ്പോഴും പണം വാങ്ങിച്ചിട്ട് പോലും ഉപകരണങ്ങൾ വാങ്ങി ഈ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. അവിടെ ഒരു സമിതി ഉണ്ടാകും എല്ലാ മെഡിക്കൽ കോളേജിലും അതുപോലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും. ആ സമിതിയാണ് അതിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് കൊടുക്കുക. അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടണമെങ്കിൽ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് മാറിയിരിക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണും, നമുക്ക് ചിലപ്പോൾ വളരെ വലിയ ഒരു സഹായാഭ്യർത്ഥന നടത്തേണ്ട സാഹചര്യമാണെന്നിരിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഇവർ പറയും നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിടണമെന്ന് ചോദിക്കും. CPM-ൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും അങ്ങനെയൊക്കെ പെരുമാറുന്നവരെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാത്രി 12 മണിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാവിൻ്റെ വീട്ടിൽ ഓടിക്കെത്തുകയും നേതാവിനൊപ്പം ഇറങ്ങിച്ചെല്ലാം. അവിടെ ബ്യൂറോക്രസി ഇല്ല. ബ്യൂറോക്രസി എവിടെയൊക്കെയാണോ ശക്തമായിട്ട് അതിൻ്റെ വിരലുകൾ ആഴ്ത്തുന്നത് അവിടെ മനുഷ്യത്വം നശിക്കുക എന്നുള്ളതാണ്. മനുഷ്യത്വം നശിക്കുന്നത് കണ്ട് കരയുന്ന ഡോക്ടറാണ് ഈ കുറിപ്പ് എഴുതിയതെന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും ആ കുറിപ്പ് വരട്ടെ. അത്തരത്തിലുള്ള കുറിപ്പുകളാണ് നമ്മുടെ സമൂഹത്തിൽ വായിക്കപ്പെടേണ്ടതും അതിനനുസരിച്ച് ഈ സമൂഹം തിരുത്തപ്പെടേണ്ടതും. തീർച്ചയായിട്ടും അതിനൊരു പ്രചോദനമായിട്ട് ഡോക്ടറുടെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും മാറുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസത്തിന് നൽകുന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.